Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Hare 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 Krishna Krishna Hare 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 Rama Hare 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 Krishna Krishna Hare 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 Rama Hare 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 Krishna Krishna Hare 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 Rama Hare 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 Krishna 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 Hare Hare Rama Hare 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 Krishna Krishna Hare 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 Rama Hare Hare Krishna Krishna Hare 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 Rama Hare Hare हरे कृष्ण माता जी പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. Hare Krishna Mataji Pranama ഹരേ കൃഷ്ണ प्रणम माताजी. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. പ്രണാമം. എല്ലാവർക്കും ഹാപ്പി ഓണം, തിരുവോണ ദിനാശംസകൾ. ഹരേ കൃഷ്ണ. അപ്പോ प्रणम माताजी. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹാപ്പി ഓണം. നമ്മള് ഇന്ന് നമ്മുടെ ഓണായിട്ട് നമുക്ക് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മൾ ഇന്നലെ ഏറ്റവും കൂടുതൽ നമ്മുടെ അറ്റൻഡൻസ് വന്ന ദിവസ 441. ഹരേ കൃഷ്ണ. ഉത്തരാടായിട്ട് എല്ലാവരും ഭഗവാന്റെ ദർശനം എടുത്തു എന്നുള്ള മനസ്സിലായി നമുക്ക് അല്ലെ. ഹരേ കൃഷ്ണ. അതേപോലെ ഉണ്ടാവുന്ന വിചാരിക്കാം. നമുക്ക് സന്തോഷമല്ലേ കേൾക്കുമ്പോ അല്ലെ? നമ്മളെ പേര് മലയാളത്തിന്റെ കേൾക്കുമ്പോ സന്തോഷമല്ലേ നമുക്ക്? ഇന്ന് നോക്കുമ്പോ കുറവാന്ന് തോന്നുന്നു മാതാജി. ഇന്നലത്തെ നല്ല ഹയസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇന്ന് കുറച്ച് കുറവാന്ന് തോന്നുന്നു. അപ്പുറത്തെ ലിങ്കിൽ അറിയാണ്ട് കേറിപ്പോണ്ട് പ്രഭു. അപ്പൊ അവരിപ്പോ മെസ്സേജ് ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. രണ്ടിലും വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ 500 ജന്മാഷ്ടമി ആകുമ്പോഴേക്കും 500 ക്രോസ് ചെയ്യട്ടെ. 500 ക്രോസ് ചെയ്യട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും കൂടി ശ്രമിക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നലത്തെ ബാക്കി നമുക്ക് എടുക്കാം. ഇന്നലെ നമ്മള് ഏതുവരെ നമ്മൾ പറഞ്ഞ 18 അധ്യായം വരെ എടുത്തത് ഇന്നലെ അല്ലേ? എന്തൊക്കെയാ നമ്മൾ ഇന്നലെ കണ്ടത്? ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് പോകാം അല്ലെ. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞത്? വാമനദേവന്റെ ഭഗവാന്റെ അവതാരം എടുത്തു. അത് ഫസ്റ്റ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ദേവന്മാരെ തോൽപ്പിച്ച് രാജ്യമാര് കൈക്കലാക്കി. ദേവന്മാരുടെ ലോകം മുഴുവനും മഹാബലി ചക്രവർത്തി കൈക്കലാക്കി. ദേവന്മാരുടെ മാതാവായിട്ടുള്ള
അതിഥി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്ത് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നത് അതിഥി? ഓർമ്മയുണ്ടോ? പയോവ്രതം അനുഷ്ഠിച്ചു. ഭക്തിയോടുകൂടി കൃത്യനിഷ്ഠമായിട്ട് ആ പയോവ്രതം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് എന്താണ് വരം കിട്ടിയത്? ഭഗവാൻ തന്നെ പുത്രനായിട്ട് വരാന്നുള്ളൊരു വരാണ് കിട്ടിയത്. അങ്ങനെ ഭഗവാൻ അവതരിക്കുകയാണ്. ഭഗവാൻ ഏത് രൂപത്തിലാണ്? വാമനദേവന്റെ അവതാരമായിട്ടാണ് ഭഗവാൻ എടുക്കുന്നത്. അങ്ങനെ ഭഗവാൻ അവതാരം എടുത്തു. ആദ്യം ഏത് രൂപത്തില് വന്ന? നാരായണ രൂപത്തിൽ വന്നു. അതിനുശേഷം ബ്രാഹ്മണ ബാലനായിട്ട്, ചെറിയൊരു ബാലനായിട്ട് മാറി. പിന്നീട് ആരെയാണ്? മഹാബലി ചക്രവർത്തിയുടെ ആ യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. എവിടെയാണ് യജ്ഞം നടക്കുന്ന? ഓർമ്മയുണ്ടോ ആ പേര്? നർമ്മദാ നദിയുടെ തീരത്ത് അല്ലെ? അങ്ങനെ അവിടേക്ക് ചെല്ലാണ്. ഭയങ്കര തേജസ്സായിട്ട് അങ്ങനെയുള്ളൊരു മുഖമാണ് അദ്ദേഹം പറഞ്ഞു. തേജസ്സോട് കൂടി, ആ ശരീരത്തോടു കൂടി ഫുള്ള് അവിടെ പ്രഭ അത്രയും ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഭഗവാൻ എന്താ ചെയ്തത്? എത്ര വരെ എത്തി നമ്മള്? 3 അടി മേടിച്ചിട്ട് ചോദിച്ചിട്ടില്ല അല്ലെ? ഭഗവാന്റെ അവതാരത്തെ വർണ്ണിച്ചു. വാമനാവതാരത്തെ കുറിച്ച് വർണ്ണിച്ചു. മാത്രല്ല നമ്മൾ എത്തിയിട്ടുള്ളൂ, അടുത്തുവരെ എത്തിയിട്ടുള്ളൂ. പിന്നെ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കൊന്ന് മ്യൂട്ടിൽ ഇരുന്നോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് പത്തൊമ്പതാമത്തെ തൊട്ടല്ലേ ഇനി എടുക്കേണ്ടത്? ഓക്കെ, എല്ലാവരും മ്യൂട്ടായി പോയില്ലേ? അധ്യായം 19. വാമനമൂർത്തി ബലി മഹാരാജാവിനോട് ദാനം യാചിക്കുന്നു. അതാണ് ഇനി 19ാമത്തെ അധ്യായം നമ്മൾ എടുക്കാനുള്ളത്. വാമനമൂർത്തി ബലി മഹാരാജാവിനോട് ദാനം ചോദിക്കുന്ന അത്. അപ്പോ എത്ര ശ്ലോകങ്ങളുണ്ട് ഇതില്? പത്തൊമ്പതാമത്തെ അധ്യായം 43 ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തില്. ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ മഹാബലി ചക്രവർത്തിയോട് വാമനമൂർത്തി ദാനം ചോദിക്കുകയാണ്. ദാനം ചോദിക്കുന്നതായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതില് വാമനദേവൻ ബലിയിൽ നിന്ന് 3 അടി ഭൂമി ദാനം ചോദിക്കുന്നു. ബലി അത് സമ്മതിക്കുന്നത്. പിന്നെ ശുക്രാചാര്യർ അതിനെ എതിർക്കുന്നതൊക്കെ ആയിട്ടാണ് ഈ അധ്യായത്തിൽ വരുന്നത്. 1ാമത്തെ ഭാഗത്തില് വാമനദേവൻ ബലി മഹാരാജാവിനെ പ്രശംസിച്ചുകൊണ്ട് 3 അടി ഭൂമി ദാനം ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് 1 മുതൽ 20 വരെയുള്ള ശ്ലോകത്തില് ബലി മഹാരാജാവ് വാമനദേവനെ ഒരു സാധാരണ ബ്രാഹ്മണ ബാലനായിട്ടാണ് കരുതിയത്. അപ്പൊ അങ്ങനെ കരുതിക്കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്തും ചോദിക്കാമെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാണ്. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്തും ചോദിക്കാം, കാരണം സാധാരണ ഒരു ബാലനാണല്ലോ. അങ്ങനെ കരുതിക്കൊണ്ട് ബലി മഹാരാജാവ് വാമനദേവനോട് പറയാണ്. അപ്പൊ ബലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വാമനദേവന് വളരെ സന്തോഷമായി, കാരണം വിചാരിച്ച കാര്യം നടക്കാൻ പോവല്ലേ. അപ്പൊ ബലിയുടെ കുടുംബത്തിന്റെ മഹത്വം അദ്ദേഹം പ്രത്യേകം എടുത്ത് പ്രശംസിക്കുകയാണ്. മഹാബലി ചക്രവർത്തിയുടെ കുടുംബത്തെ കുറിച്ച് പ്രത്യേകം പ്രശംസിക്കുകയാണ്. കാരണം ആ കുടുംബത്തിൽ ജനിച്ച പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭക്തിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശാന്തതയെ കുറിച്ചും പിന്നെ പിതാവായിട്ടുള്ള വീരോചനെ കുറിച്ചും ബ്രാഹ്മണന്മാരോടുള്ള ദാനശീലത്തെ കുറിച്ചൊക്കെ ഭഗവാനോട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഹിരണ്യകശിപുവിന്റെ വീര്യം അതൊക്കെ വാമനദേവൻ അവിടെ എടുത്തെടുത്ത് പറയാണ്. അപ്പോൾ ഇതിലൂടെ എന്താ പറയുന്നത്? അതായത് മഹാബലി ചക്രവർത്തിയുടെ ആ കുടുംബ പരമ്പര എന്ന് പറയുന്നത് ദാനശീലം അതുപോലെ തന്നെ നൽകുന്ന വാക്ക് പാലിക്കുക ആ സ്വഭാവം ഉള്ളതാണെന്ന് ഇൻഡയറക്ട്ലി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താണ്. അതിനുശേഷമാണ് വാമനദേവൻ അദ്ദേഹത്തോട് മഹാബലി ചക്രവർത്തിയോട് ചെറിയൊരു അഭ്യർത്ഥന നടത്താണ്. എനിക്ക് എന്ത് മാത്രം മതി? 3 അടി ഭൂമി മാത്രം മതി എനിക്ക്. അതിനുശേഷം പറയാണ്, എനിക്ക് ഇത്രയൊന്നും വേണ്ട, എനിക്ക് എന്ത് മതി? ആകെ 3 അടി ഭൂമി മാത്രം മതി എന്നാണ് ആര് പറയുന്നത്? വാമനദേവൻ മഹാബലി ചക്രവർത്തിയോട് പറയുന്നത്. അപ്പൊ വാമനദേവൻ പറയുന്നത് തന്റെ
കാലടിയുടെ അളവില് 3 പാദം ഭൂമി മാത്രം വേണം. അതിൽ കൂടുതൽ ഒന്നും വേണ്ട. തനിക്ക് ആവശ്യമുള്ളതിന് കൂടുതലൊന്നും ഞാൻ സ്വീകരിക്കാറില്ല എന്നാണ് ആര് പറഞ്ഞത്? സ്വീകരിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ അവിടെ പറയാണ് മഹാബലി ചക്രവർത്തിയോട്. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഭൗതിക സമ്പത്ത് നമ്മൾ ശേഖരിച്ചാലും നമുക്ക് എന്തുണ്ടാവില്ല? നമുക്ക് ഒരിക്കലും സംതൃപ്തി ഉണ്ടാവില്ല. എത്ര നമുക്ക് കിട്ടിയാലും നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? സംതൃപ്തി ഉണ്ടാവില്ല. എല്ലാം ഭഗവാന്റെ സ്വത്താണ്. അത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഭഗവാന്റെ സേവനത്തിന് നമ്മളത് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ഉപയോഗിക്കുക, ബാക്കി ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മഹാബലി ചക്രവർത്തിയോട് വാമനദേവൻ പറയുന്നതാണ്, എനിക്ക് ആവശ്യമുള്ളത് മാത്രം മതി, എനിക്ക് ആകെ വേണ്ടത് എൻ്റെ കാലടിയുടെ അളവിൽ 3 പാദം ഭൂമി മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിൽ 21 മുതൽ 28 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത്, ഇപ്പൊ ബലി മഹാരാജാവ് അത് സമ്മതിക്കാണ് വാമനദേവന്റെ സംതൃപ്തി വേണ്ടിയിട്ട്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞപ്പോ ബലി മഹാരാജാവിന് തോന്നാണ്, ഈ ഒരു ചെറിയൊരു ബാലൻ 3 അടി ഭൂമി മാത്രമാണ് ചോദിക്കുന്നത്, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അതിൽ കൂടുതൽ കൊടുക്കണം എന്ന് ആര് വിചാരിക്കാണ്? ബലി മഹാരാജാവ് ചിന്തിക്കുകയാണ്. കാരണം ഈ ഒരു ചെറിയൊരു ബാലനാണ്, ആകെ 3 അടി ഭൂമി മാത്രമേ അദ്ദേഹം ചോദിച്ചുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കാരണം എൻ്റെ കുറെ സ്വത്തുണ്ട്, കുറെ സമ്പത്തുണ്ട്, കുറെ ഐശ്വര്യങ്ങൾ എല്ലാതും തികഞ്ഞിരിക്കുന്നതാണ് ആര്? മഹാബലി ചക്രവർത്തി. അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ്, ഞാൻ അതിൽ കൂടുതൽ എന്ത് ചെയ്യണം? വാമനദേവന് കൊടുക്കണം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. അങ്ങനെ വാമനദേവനാണെങ്കിലോ അതിന് തയ്യാറായില്ല. അദ്ദേഹം പറയാണ്, എനിക്ക് ഞാൻ ആവശ്യപ്പെട്ട ആ 3 അടി ഭൂമി കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് അവിടെ വാമനദേവൻ പറയുന്നത്. അപ്പോൾ ഇവിടെ അതിന് തയ്യാറാകുന്നില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത, അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു ഉപദേശം തരുന്നത്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരാൾക്ക്, അതായത് വാമനദേവൻ പറഞ്ഞതാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരാൾക്ക് 3 ലോകങ്ങളിലെ സമ്പത്ത് ലഭിച്ചാലും ഒരിക്കലും എന്തുണ്ടാവില്ല? സംതൃപ്തി നൽകില്ല. 3 ലോകങ്ങളിലെ സമ്പത്ത് മുഴുവനും ലഭിച്ചാലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് സംതൃപ്തി ഉണ്ടാവില്ല. ഒരു ദ്വീപ് ലഭിച്ചാൽ വേറൊരു ദ്വീപ് വേണം തോന്നും. 7 ദ്വീപ് ലഭിച്ചാലും ആഗ്രഹം നമ്മുടെ അവസാനിക്കുന്നില്ല. അത് രാജാക്കന്മാര് പോലും അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പത്ത് കൂടുന്നതിലല്ല കാര്യം, സംതൃപ്തിയും ഇന്ദ്രിയ നിയന്ത്രണത്തോടു കൂടി യഥാർത്ഥ സന്തോഷം, അതാണ് നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. സംതൃപ്തി ഉണ്ടാകണം, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാകുക, അതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. അതാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഇവിടെ വാമനദേവൻ പറയാണ്. അല്ല, അപ്പൊ ഇവിടെ പറയുന്നു, അതായത് വാമനദേവൻ ഒരു ബ്രഹ്മചാരിയുടെ മാതൃക അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ആവശ്യത്തിന് മാത്രം സ്വീകരിക്കുക എന്നുള്ളൊരു ജീവിതമാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ മഹാബലി ചക്രവർത്തി തീരുമാനിക്കുകയാണ്, വാമനദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പൊ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്ങ് ആവശ്യപ്പെട്ട 3 അടി ഭൂമി ഞാൻ നൽകാമെന്ന് ആര് പറയാണ്? മഹാബലി ചക്രവർത്തി പറയാണ്. അപ്പൊ വാഗ്ദാനം ഉറപ്പിക്കാനായിട്ട് എങ്ങനെയാണ്? ജലം നിറച്ച ആ കമണ്ടൂൽ എടുത്തിട്ട് വാഗ്ദാനം ഉറപ്പിക്കാനായിട്ട്, വെള്ളം നിറച്ച് കമണ്ടൽ എടുത്തിട്ട് ആ വാഗ്ദാനം ഉറപ്പിക്കാനായിട്ട് മഹാബലി ചക്രവർത്തി തയ്യാറാകാണ്. അപ്പോ ഒരു ഭക്തന്റെ ഒരു മഹത്വമാണ് അവിടെ പറയണത് അല്ലെ. കാരണം ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ അത് തന്റെ സമ്പത്തിലല്ല, ആ ഭഗവാന് വേണ്ടി സമർപ്പിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു മനസ്സ്. അപ്പോ ശുക്രാചാര്യർക്ക് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭഗവാൻ, ഞാൻ ഈ 3 അടി മണ്ണ് കൊണ്ട് മാത്രം ഞാൻ തൃപ്തനാണെന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ലോകത്ത് സംതൃപ്തി ഉണ്ടാകുന്നത് എത്ര കിട്ടിയാലും നമുക്ക് വീണ്ടും 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 വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വഭാവം. പക്ഷെ തൃപ്തനാകുന്ന ഒരേ ഒരു വ്യക്തി ആര് മാത്രമാണ്? ഭഗവാൻ മാത്രമാണ്. അപ്പൊ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളത് ശുക്രാചാര്യർക്ക് മനസ്സിലായി. അപ്പോൾ 3-ാമത്തെ ഭാഗത്തിൽ, അതായത് 29 മുതൽ 43 വരെയുള്ള ശ്ലോകത്തില് ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ശുക്രാചാര്യർക്ക് മനസ്സിലായി അദ്ദേഹം എതിർക്കുന്നതും ബലിയുടെ ധർമ്മസങ്കടം, അതാണ് ആ ഭാഗം വരുന്നത്. അപ്പൊ മഹാബലി ചക്രവർത്തി ദാനം നൽകാൻ ഒരുങ്ങുമ്പോഴാണ് ശുക്രാചാര്യർക്ക് യഥാർത്ഥത്തിലുള്ള അവസ്ഥ മനസ്സിലാകുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചറിയാണ്, ഇതൊരു സാധാരണ ബ്രാഹ്മണൻ ബാലനല്ല, അതാരാണിത്? ഭഗവാൻ സാക്ഷാൽ വിഷ്ണുവാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ വാമനദേവൻ കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായിട്ട് ദേവന്മാരുടെ കാര്യം സാധിപ്പിക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതാണെന്നുള്ളത് ശുക്രാചാര്യർക്ക് മനസ്സിലായി. അങ്ങനെ വന്നിരിക്കുന്നതാണെന്നുള്ളത് ബലി മഹാരാജാവിനോട് ശുക്രാചാര്യർ പറയും. അപ്പൊ ശുക്രാചാര്യർ ബലി മഹാരാജാവിന് മുന്നറിയിപ്പ് കൊടുക്കാണ്, വാമനദേവൻ 3 അടി ഭൂമി ചോദിച്ചെങ്കിലും ഭഗവാന്റെ രൂപം വികസിക്കും, 1 പാദം കൊണ്ട് ഭൂമി അളക്കും, 2-ാം പാദം കൊണ്ട് സ്വർഗവും ആകാശവും അളക്കും, പിന്നെ 3-ാമത്തെ പാദം വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതോടെ ബലിയുടെ എല്ലാതും, മഹാബലി ചക്രവർത്തിയുടെ ഭൂമിയും സമ്പത്തും ശക്തിയും പ്രശസ്തിയും ഐശ്വര്യം ഇതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നൽകിയ വാഗ്ദാനം പിൻവലിക്കാനായിട്ട് ശുക്രാചാര്യർ ഉപദേശിക്കുകയാണ് മഹാബലി ചക്രവർത്തിയെ. അപ്പോ ഇത് കേട്ടപ്പോ അവിടെ ശരിക്കും ബലി മഹാരാജാവിന്റെ യഥാർത്ഥ പരീക്ഷണമാണ് അവിടെ ആരംഭിക്കുന്നത്.
കാരണം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ശുക്രാചാര്യര് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് മഹാബലി ചക്രവർത്തിയെ. അപ്പോ ഇവിടെ എന്താ പറഞ്ഞ, ബലി മഹാരാജാവ് പറയാണ്, ദാനം നൽകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ചിന്തിക്കാൻ പാടില്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ചോ ജീവിതോപാധിയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്, ബലി മഹാരാജ് പറയുന്നത്. അപ്പൊ ശുക്രാചാര്യ പറയാണ്, ജീവിതോപാധി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എല്ലാം കൊടുക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നാണ് പറയുന്നത്. കാരണം വിവേകത്തോടെ ഉപയോഗിക്കണം എന്നാ പറയണത്. സമ്പത്ത്, ധർമ്മം, യശസ്, സമ്പത്ത് വർദ്ധിപ്പിക്കുക, ഇന്ദ്രിയ സുഖം, കുടുംബ സംരക്ഷണം എന്നിവയ്ക്കായിട്ട് വിവേകത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറയാണ് ഇവിടെ ശുക്രാചാര്യര് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ബലി മഹാരാജാവിന്റെ യഥാർത്ഥ പരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. താൻ നൽകുന്ന, അപ്പൊ ബലി മഹാരാജാവിന് എന്ത് മനസ്സിലായി, താൻ ദാനം നൽകാൻ പോകുന്നത് ഒരു സാധാരണ ബാലനല്ല, നേരെ മറിച്ച് സാക്ഷാൽ ഭഗവാനാണ്, വിഷ്ണുവിനാണ് ഞാൻ ദാനം കൊടുക്കുന്നത് എന്നുള്ളത് ആർക്ക് മനസ്സിലാവാണ്, അവിടെ ബലി മഹാരാജാവിന് മനസ്സിലാക്കാണ്. അപ്പൊ അദ്ദേഹം രണ്ടു തരത്തിൽ ചിന്തിക്കാം. എന്താണ്, ഒന്ന് ഭൗതികമായി നോക്കുമ്പോൾ നമ്മളെല്ലാം നഷ്ടപ്പെടാണ്, കാരണം ഭഗവാന് ദാനം കൊടുക്കാണ്. രണ്ടാമത്തേതാണെങ്കിലോ എല്ലാം ഭഗവാന്റേതാണ്, അത് ഭഗവാന് തന്നെ കൊടുക്കാണ്. അപ്പോൾ ബലി മഹാരാജാവ് അവിടെ, ആ ബലി മഹാരാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭക്തി, ദാനശീലം, സത്യസന്ധത, ഇതാണ് അവിടെ എന്ത് വരുന്നത്, പരീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ അധ്യായത്തിൽ അവസാനിക്കുന്നത് അങ്ങനെയാണ്. ബലി മഹാരാജാവിന്റെ ആ ഭക്തി, അതുപോലെ തന്നെ ദാനശീലം, സത്യസന്ധത, സത്യനിഷ്ഠ, ഇത് പരീക്ഷിക്കുകയാണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് ആ 19ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക് 21ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത 20ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അധ്യായം 20, ബലി മഹാരാജാവ് ത്രിലോകങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നു. അപ്പോൾ 3 ലോകങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നതായിട്ടാണ് 20ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തില് ആദ്യത്തെ ഭാഗം, അധ്യായത്തില് 20ാമത്തെ അധ്യായത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്, 34 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അതില് 1 മുതൽ 13 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത് ബലി മഹാരാജാവിന്റെ സത്യനിഷ്ഠയും സമർപ്പണ തീരുമാനം. അപ്പൊ ശുക്രാചാര്യര് ഇപ്പൊ വാമനദേവൻ യഥാർത്ഥത്തിൽ വിഷ്ണുവാണെന്ന് പറഞ്ഞു കൊടുത്തു. 3 അടി ഭൂമി ചോദിച്ചത് ബലി മഹാരാജാവിന്റെ സമ്പത്ത് മുഴുവൻ എടുത്തു കളയാനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ബലി മഹാരാജാവ് ആലോചിച്ച ശേഷം പറഞ്ഞു, താൻ നൽകിയ വാക്കിൽ നിന്നും ഞാൻ പിന്മാറുന്നില്ല എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ബലി മഹാരാജ് പറയാണ്, ഞാൻ പറഞ്ഞ വാക്കിൽ നിന്നും ഞാൻ പിന്മാറുന്നില്ല എന്നിവിടെ ആര് പറയാണ്, ബലി മഹാരാജാവ് ശുക്രാചാര്യരോട് പറയാണ്. മാത്രമല്ല, പണത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണന് നൽകിയ വാക്ക് ലംഘിക്കുന്നത് വലിയ അധർമ്മമായിട്ടാണ് ആര് പറയുന്നത്, ബലി മഹാരാജാവ് പറയുന്നത്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നത് അധർമ്മമാണെന്ന് പറഞ്ഞു. മാത്രമല്ല, അസത്യത്തെക്കാൾ വലിയ അധർമ്മമില്ല. ഭൂമിക്ക് മലകളുടെയും സമുദ്രങ്ങളുടെയും ഒക്കെ ഭാരം സഹിക്കാൻ പറ്റും, പക്ഷേ ഒരു കള്ളം പറയുന്ന മനുഷ്യന്റെ ഭാരം സഹിക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല, ഭൂമിദേവിക്ക് സാധിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്തിനും തയ്യാറല്ല. അദ്ദേഹം തന്നെ വാക്ക് പാലിക്കാതിരിക്കാൻ, സത്യസന്ധത അത് പുലർത്താതിരിക്കാൻ ആര് തയ്യാറല്ല, ബലി മഹാരാജാവ് തയ്യാറല്ല എന്നുള്ളത് ശുക്രാചാര്യരെ അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പോൾ ബലി മഹാരാജാവ് പറയുന്നത്, അതായത് ഇവിടെ പറഞ്ഞ നരകം, ദാരിദ്ര്യം, ദുഃഖം, സ്ഥാനനഷ്ടം, മരണം എന്നിവയൊന്നും ആർക്ക് ഭയമില്ല, ബലി മഹാരാജാവിന് ഭയമില്ല. പക്ഷെ ഒരു ബ്രാഹ്മണനെ വഞ്ചിക്കുന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നതെന്ന് ബലി മഹാരാജാവോട് പറയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഒരു വ്യക്തി മരണം സംഭവിക്കുന്ന സമയത്ത് എല്ലാ സമ്പത്തും, നമ്മൾ സ്ഥാനവും എല്ലാം ഉപേക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് ആ സമ്പത്ത് ഇപ്പൊ തന്നെ അത് ഭഗവാന്റെ സേവനത്തിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉത്തമമായിട്ടുള്ള കാര്യമല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്, ബലി മഹാരാജാവ് ശുക്രാചാര്യരോട് പറയുന്നത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ദദീജിയെ കുറിച്ച്, ശിബിയെ കുറിച്ച്, അങ്ങനത്തുള്ള മഹാത്മാക്കള് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായിട്ട് സ്വന്തം ജീവൻ പോലും ഉപേക്ഷിച്ച ഉദാഹരണമൊക്കെ ബലി മഹാരാജാവ് അവിടെ നൽകുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തില് ജീവൻ ഉപേക്ഷിക്കാനായിട്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണ്. യുദ്ധം ചെയ്യുമ്പോൾ ജീവൻ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് അത് എളുപ്പമാണ്, ഇത് എല്ലാവർക്കും ലഭിക്കുന്ന അവസരമാണ്. പക്ഷേ ഒരു മഹാത്മാവിന് ഭക്തിയോടെ സമ്പത്ത് ദാനം ചെയ്യാനുള്ള അവസരം വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തില് ദാനം നൽകാനായിട്ട്, ഇത്തരം മഹത്തരമായിട്ടുള്ള ദാനം കൊടുക്കാനുള്ള അവസരം എല്ലായ്പ്പോഴും കിട്ടില്ല, അത് വളരെ അപൂർവമായിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, മഹാബലി ചക്രവർത്തി ഉറപ്പിക്കുകയാണ്, ഈ വാമന ബ്രഹ്മചാരി വിഷ്ണു ആയാലും ശരി അല്ലെങ്കിലും ശരി, ആ ബ്രഹ്മചാരി ആ ബ്രാഹ്മണന് ചോദിച്ച ദാനം ഞാൻ എന്തായാലും നൽകുമെന്നിവിടെ ആര് പറയാണ്, മഹാബലി ചക്രവർത്തി പറയാണ്.
അങ്ങനെ ഭഗവാന് വേണ്ടി ഭഗവാന്റെ അത് ബലി മഹാരാജാവിന്റെ മഹത്വമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം എന്തിനാ മുൻഗണന കൊടുക്കുന്നത്? അദ്ദേഹം നൽകിയ വാക്ക് പാലിക്കുക. ഭഗവാന്റെ ഇഷ്ടത്തിന് മുൻഗണനയാണ് അവിടെ ആര് കൊടുക്കുന്നത്? ബലി മഹാരാജാവ് കൊടുക്കുന്നത്. കാരണം ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് സ്വന്തം സമ്പത്ത് ഭഗവാനാണെന്ന് മനസ്സിലായി. സ്വന്തം സമ്പത്തും സ്വത്തും ധാനവും സുഖവും എല്ലാം വന്നാലും എന്തില്ല, പിന്നിലേക്ക് പോകാൻ ആര് തയ്യാറില്ല? ബലി മഹാരാജാവ് തയ്യാറില്ല. ഒരു ഭക്തൻ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഭാഗം 14 മുതൽ 20 വരെയുള്ള ശ്ലോകത്തില് ശുക്രാചാര്യന്റെ ശാപവും ബലിയുടെ പൂർണ്ണ സമർപ്പണം. അപ്പൊ ശുക്രാചാര്യ ശപിക്കാണ് ആര്? ബലി മഹാരാജാവിന്. കാരണം ശുക്രാചാര്യർ പറയുന്നത് ആരനുസരിക്കുന്നില്ല? ബലി മഹാരാജാവ് അനുസരിക്കുന്നില്ല. അപ്പൊ ശുക്രാചാര്യ ശപിക്കാണ്. ബലി മഹാരാജാവ് തന്റെ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ശുക്രാചാര്യർക്ക് ദേഷ്യം വന്നു. അപ്പൊ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിക്കാത്തത് കൊണ്ട് തന്നെ തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടട്ടെ എന്ന് ശുക്രാചാര്യ ശപിക്കും. ഗുരു പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് ശുക്രാചാര്യ ശപിക്കാണ്, ബലി മഹാരാജാവിന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടട്ടെ. പക്ഷേ ഈ ശാപം ലഭിച്ചിട്ടും ബലി മഹാരാജാവ് തന്റെ സത്യനിഷ്ഠയിൽ നിന്ന് ഒട്ടും മാറുന്നില്ല. അപ്പൊ ഇത്രയും ഇങ്ങനെ ശാപം കിട്ടിയാലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? തന്റെ സത്യസന്ധതയിൽ നിന്ന് സത്യനിഷ്ഠയിൽ നിന്ന് പിന്മാറുന്നില്ല ബലി മഹാരാജാവ്. മാത്രമല്ല അദ്ദേഹം വാമനദേവനെ ആരാധിച്ച് ആ വെള്ളം അർപ്പിച്ചുകൊണ്ട് ദാനം ഔപചാരികമായിട്ട് പൂർത്തിയാക്കണം. അപ്പൊ ദാനം ചെയ്യാനായിട്ട് ആ വെള്ളം എടുത്തിട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ചെയ്യാനായിട്ട് അദ്ദേഹം ആ വെള്ളം എടുത്തുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ദാനം ഔപചാരികമായിട്ട് ആര് പൂർത്തിയാക്കാണ്? അവിടെ മഹാബലി ചക്രവർത്തി പൂർത്തിയാക്കണം. അപ്പൊ അതിന് ബലിയുടെ ഭാര്യയായിട്ടുള്ള വിന്ധ്യാവലി, ബലിയുടെ ഭാര്യയുടെ പേരാണ് വിന്ധ്യാവലി, സ്വർണ്ണ കലശത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. ബലി മഹാരാജാവ് സ്വന്തം കൈകൊണ്ട് വാമനദേവന്റെ പാദങ്ങൾ കഴുകി ആ പാദത്തിൽ കഴുകിയ ആ വെള്ളം തന്റെ ശിരസിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലോകത്തെ മുഴുവൻ പവിത്രമാക്കുന്നതാണെന്നാണ് അത് ശുകദേവ ഗോസ്വാമി പറയുന്നത്. ഭഗവാന്റെ പാദം കഴുകിയ ജലം ലോകത്തെ മുഴുവൻ പവിത്രമാക്കുന്നതായിട്ട് പറയുന്ന ശുകദേവ മഹർഷിയോടെ പറയുന്നുണ്ട്. ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാര് ബലിയുടെ ഈ അതുല്യമായിട്ടുള്ള ദാനത്തെ പുകഴ്ത്തിക്കൊണ്ട് പുഷ്പവൃഷ്ടി നടത്താണ്. അപ്പോൾ ബലി മഹാരാജാവ് ചെയ്ത ആ ദാനം എന്ന് വെച്ചാൽ വളരെ അതുല്യമായിട്ട് അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള ഒരു ദാനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ അതിനെ പുകഴ്ത്തിക്കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്യാനാര്? ദേവന്മാര് ഗന്ധർവന്മാര് സിദ്ധന്മാര് എല്ലാവരും. അങ്ങനെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 3 ലോകങ്ങളും തങ്ങളുടെ ശത്രുവായ വിഷ്ണുവിന് ദാനം ചെയ്തിട്ടും ആരിവിടെ പിന്മാറുന്നില്ല? ബലി മഹാരാജാവ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം എല്ലാവരും പാടാണ്, ബലി മഹാരാജാവിന്റെ മഹത്വം. കൂടെ ബലി മഹാരാജാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഗുരുവിന്റെ ശാപം ലഭിച്ചിട്ടും ബലി മഹാരാജാവ് ഭഗവാനെ സേവിക്കുന്ന തീരുമാനത്തിൽ നിന്നും മാറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്താ ചെയ്യുന്നത്? അതില് മുന്നോട്ട് പോകാണ് അവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ 21 മുതൽ 34 വരെയുള്ള ശ്ലോകത്തില് ഭഗവാൻ ഭൂമി അളക്കുന്നതായിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. അപ്പൊ വാമനദേവന്റെ ആ ത്രിവിക്രമ രൂപം 2 പാദങ്ങളാൽ പ്രപഞ്ചത്തെ അളക്കുന്നതും ബലി മഹാരാജാവിന് ദാനം നൽകിയ ഉടനെ വാമനദേവന്റെ രൂപം അത്ഭുതകരമായിട്ട് വികസിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? വാമനദേവന്റെ ആ ത്രിവിക്രമ രൂപം കണ്ട് 2 പാദങ്ങളാൽ പ്രപഞ്ചത്തെ അളക്കുന്നതും പിന്നെ ബലി മഹാരാജാവ് നൽകിയ ദാനം ഉടനെ തന്നെ ദാനം നൽകാനായിട്ട് തീരുമാനിച്ചല്ലോ. അപ്പൊ ഉടനെ തന്നെ വാമനദേവന്റെ രൂപം എന്തായി? വികസിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ ചെറിയ രൂപത്തിലുണ്ടായിരുന്ന വാമന ബ്രഹ്മചാരി ക്രമേണ വിശ്വരൂപമായിട്ടുള്ള ത്രിവിക്രമനായിട്ട് മാറി. വിശ്വരൂപത്തില് ത്രിവിക്രമനായിട്ട് മാറാണ് ചെയ്യുന്നത് ആര്? വാമന രൂപത്തില് ചെറിയ ഈ ബ്രഹ്മചാരിയായിട്ടുള്ള ബാലൻ. പറയുന്നത് അങ്ങനെ ഭൂമി, ആകാശം, ദിക്കുകള്, ഗ്രഹങ്ങള്, സമുദ്രങ്ങള്, മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള്, ദേവന്മാര്, ഋഷികള് തുടങ്ങിയ പ്രപഞ്ചത്തിലെ എല്ലാം ഭഗവാന്റെ ശരീരത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അവിടെ പറഞ്ഞുതരാണ്. കാരണം ഇപ്പോ ഏത് രൂപമാണ് പറഞ്ഞ? വിരാട് രൂപത്തിൽ, വിശ്വരൂപത്തിലാണ് കാണുന്നത്. ബലിയും യജ്ഞത്തിലുണ്ടായിരുന്ന ഋത്വിക്കളും ആചാര്യന്മാരും എല്ലാവരും ഭഗവാന്റെ ആ വിശ്വരൂപം നേരിട്ട് ദർശിക്കാണ്. ഭഗവാന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്നതായിട്ട് അവിടെ ആര് കാണാണ്? ബലി മഹാരാജാവ് കാണാണ്. പാദങ്ങൾ എന്ന് പറയുന്നത് താഴ്ന്ന ലോകങ്ങള്, കാലുകളില് ഭൂമി, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളില് മലകള്, പക്ഷികള്, വായു, ആകാശം, സമുദ്രങ്ങള്, പിന്നെ ഹൃദയത്തില് ധർമ്മം, വക്ഷസ്സില് ശ്രീലക്ഷ്മി, കണ്ണുകളില് സൂര്യൻ, വായില് അഗ്നി, നാട്ടികളില് നദികൾ, ശരീരത്തിന്റെ സകല ജീവജാലങ്ങൾ, ശരീരത്തില് എല്ലാ ജീവജാലങ്ങളും ബാക്കി സകല എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ശരീരത്തില്. ഭഗവാന്റെ സുദർശന ചക്രം, പാഞ്ചജന്യ ശംഖ്, കൗമോദകി ഗദ, വാള് തുടങ്ങിയ ആയുധങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ സുദർശന ചക്രം, പിന്നെ ശംഖ്, പാഞ്ചജന്യം, പിന്നെ ഭഗവാന്റെ ഗദയുടെ പേര് കൗമോദകി ഗദ, പിന്നെ വാള്, ഇത് ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു.
പിന്നെ ഭഗവാന്റെ പാർഷദന്മാര് നന്ദസുനന്ദൻ തുടങ്ങിയവര് ഭഗവാനെ സ്തുതിക്കുന്നത്. പിന്നെ ത്രിവിക്രമനായിട്ടുള്ള ഭഗവാൻ ആദ്യ പാദം കൊണ്ട് ഭൂമിയെ മുഴുവൻ അളക്കും. അപ്പൊ അങ്ങനെ വിശ്വരൂപത്തെ കുറിച്ച് പറയാണ്. അപ്പൊ അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഭഗവാന്റെ ആദ്യ പാദം കൊണ്ട് ഭൂമിയെ മുഴുവൻ അളക്കും. ശരീരം കൊണ്ട് ആകാശവും കൈകൊണ്ട് എല്ലാ ദിക്കുകളും നിറയ്ക്കും. രണ്ടാമത്തെ പാദം കൊണ്ട് സ്വർഗലോകങ്ങളും അതിനു മുകളിലെ ലോകങ്ങളെയും അളക്കും. മഹർലോകം, ജനലോകം, തപർലോകം, സത്യലോകം, ഇങ്ങനെ എല്ലാത്തിനും മുകളിലേക്ക് ഭഗവാന്റെ പാദം എത്തും. അപ്പോൾ മൂന്നാമത്തെ പാദം വെക്കാനായിട്ട് ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. 2 പാദം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ പാദം വെക്കാനായിട്ട് ഒരു സ്ഥലവും ബാക്കിയില്ല. അങ്ങനെയാണ് ആ അധ്യായത്തില് പറയുന്നത്. അപ്പോൾ അതുവരെയാണ് അവിടെ ഉള്ളത്. 34 ശ്ലോകങ്ങളല്ലേ. അപ്പൊ ഭഗവാൻ 2 അടി കൊണ്ട് തന്നെ എന്ത് സാധിച്ചു? ഈ മുഴുവൻ അളന്നു കഴിഞ്ഞു. ഭൂമി അളന്നു, ബാക്കി എല്ലാ ലോകങ്ങളും എത്തി കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ ഭഗവാന്റെ 2ാമത്തെ പാദത്തില് എവിടെ വരെ എത്തി? മഹർലോകവും, ജനലോകവും, തപലോകവും, സത്യലോകം വരെ എല്ലാം ഭഗവാൻ അളന്നു, പാദം എത്തി. അപ്പൊ 3ാമത്തെ പാദം വെക്കാനായിട്ട് ഇനി സ്ഥലമില്ല. പിന്നെ അതുവരെയാണ് നമ്മൾ 20ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി 21ാമത്തെ അധ്യായത്തില് ഭഗവാൻ ബലി മഹാരാജാവിനെ ബന്ദിയാക്കുന്നതാണ് 3ാമത്തെ അധ്യായം. 21ാമത്തെ അധ്യായം ഭഗവാൻ ബലി മഹാരാജാവിനെ ബന്ധനത്തിലാക്കുന്നത്. അതിൽ ശ്ലോകങ്ങൾ 34 ശ്ലോകങ്ങളാണ് അധ്യായത്തിലുള്ളത്. അപ്പൊ ഇനി ഭഗവാൻ ഇവിടെ ഗംഗാദേവിയുടെ ഉത്ഭവമൊക്കെ വരുന്നത് ഇതിലാണ്. അങ്ങനെ വരുന്നത് ഇതില് 21ാമത്തെ അധ്യായം ഭഗവാൻ ബലി മഹാരാജാവിനെ ബന്ദിയാക്കുന്നു. അപ്പൊ ബലി മഹാരാജാവിനെ ഭഗവാൻ ഇവിടെ ബന്ധിക്കുന്നതായിട്ട് ഭാഗം. അപ്പൊ അതിൽ 1ാമത്തെ ഭാഗത്തില് 1 മുതൽ 8 വരെയുള്ള ശ്ലോകത്തില് വാമനദേവന്റെ ആ മഹാവിക്രമ രൂപവും ഗംഗയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ വാമനദേവൻ നമ്മൾ പറഞ്ഞു 2ാമത്തെ പാദം എവിടേക്ക് വെച്ചു? ആദ്യത്തെ പാദം 3 അടി ചോദിച്ചു, വിശ്വരൂപമായിട്ട് വികസിച്ച്. ആദ്യത്തെ അടി കൊണ്ട് ചുവട് കൊണ്ട് ഭൂമി അതിനോട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ അളന്നു. 2ാമത്തെ ചുവട് ഉയർത്തിയപ്പോൾ സ്വർഗലോകം കടന്നിട്ട്, അതായത് ബ്രഹ്മലോകം വരെ എത്തി, സത്യലോകം വരെ, അതായത് ബ്രഹ്മലോകം വരെ എത്തി. അങ്ങനെ ഭഗവാന്റെ പാദനഖങ്ങളിൽ നിന്നുള്ള ദിവ്യപ്രകാശം കാരണം ബ്രഹ്മലോകത്തിന്റെ പ്രകാശം പോലും മങ്ങിയ പോലെയായിരുന്നു പറയുന്നത്. ഭഗവാന്റെ പാദനഖങ്ങളിലുള്ള നിന്നുള്ള പ്രകാശം കൊണ്ട് ബ്രഹ്മലോകത്തിന്റെ പ്രകാശം പോലും അവിടെ മങ്ങിയതായിട്ട് തോന്നി. ഇത് കണ്ടിട്ട് ബ്രഹ്മദേവനും മരീചി, സനകാതി ഋഷിമാരും യോഗിമാരും എല്ലാവരും വാമനദേവനെ സമീപിച്ച് ഭഗവാനെ ആരാധിക്കാണ്. അപ്പൊ ബ്രഹ്മദേവൻ ഭഗവാന്റെ പാദം കഴുകി ആ ജലം സ്വീകരിച്ചു. ബ്രഹ്മദേവനും ഭഗവാന്റെ പാദം കഴുകിയിട്ട് ആ സ്ഥലം സ്വീകരിച്ചു. അപ്പൊ ഗംഗാനദിയുടെ ഉത്ഭവം, അങ്ങനെ ഭഗവാന്റെ പാദം കഴുകിയ ജലമാണ് ഗംഗയായിട്ട് 3 ലോകങ്ങളും പവിത്രമാക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നീട് ബ്രഹ്മദേവനും ലോകപാലകരും പുഷ്പം, ചന്ദനം, ധൂപം, ദീപം എന്നെല്ലാം കൊണ്ട് ഭഗവാനെ പൂജിച്ചു. എല്ലാവരും ഭഗവാൻ എന്ത് ചെയ്യാണ്? അവിടെ പൂജിക്കാണ്. ജാമ്പവാൻ ശംഖനാഥം വാദ്യഘോഷം മുഴക്കി അങ്ങനെ എല്ലായിടത്തും ഭഗവാന്റെ വിജയം പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരുടെ രാജ്യമൊക്കെ തിരിച്ചു പിടിച്ചു. അപ്പൊ ഇവിടെ ഭഗവാൻ ഒരു ചെറിയൊരു ബാലനായിട്ടല്ല, സർവ്വലോകങ്ങളുടെയും പരമാധിപനായിട്ടുള്ള ഭഗവാനാണെന്നുള്ളത് മനസ്സിലാക്കാണ്. ഇവിടെ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് എന്താ പറഞ്ഞത്? ഇവിടെ എല്ലാതും കയ്യിലടക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഗംഗ പോലും 3 ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു ദിവ്യ നദിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവിടെ. ഇനി അടുത്ത ഭാഗത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അസുരന്മാരുടെ കോപവും ബലി മഹാരാജാവിന്റെ വിവേകം. അതാണ് ഭാഗം 9 മുതൽ 25 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ വാമനദേവൻ 2 ചുവട് കൊണ്ട് തന്നെ ബലി മഹാരാജാവിന്റെ മുഴുവൻ സാമ്രാജ്യവും സ്വന്തമാക്കിയത് കണ്ടപ്പോൾ അസുരന്മാർക്ക് അത് സഹിച്ചില്ല. അവർക്ക് വളരെ ദേഷ്യം വന്നു, അവർക്ക് വലിയ കോപം വന്നു. അവര് ചിന്തിക്കുകയാണ്, ഈ വാമനദേവൻ ബ്രാഹ്മണ രൂപത്തിൽ വന്നിരിക്കുന്നത്, ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് നമ്മളെ ചതിക്കാനാണ്. നമ്മുടെ രാജാവായിട്ടുള്ള ബലിയുടെ എല്ലാതും എടുത്തു. അതിനെ കൊണ്ട് വാമനദേവനെ ആക്രമിക്കണം എന്ന് ആര് തീരുമാനിക്കാണ്? ഈ അസുരന്മാരെല്ലാവരും കൂടി തീരുമാനിക്കാണ്. അങ്ങനെ അസുരന്മാര് ആയുധങ്ങളായിട്ട് വാമനദേവനെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ അനുചരന്മാരായിട്ടുള്ള നന്ദ, സുനന്ദ, ജയ, വിജയന്മാര്, ഗരുഡൻ, ഇവരെല്ലാവരും കൂടി ഇവരെന്ത് ചെയ്തു? ഈ അസുരന്മാരെ മുഴുവനും പരാജയപ്പെടുത്തു. അപ്പൊ ഇത് കണ്ട് മഹാബലി ചക്രവർത്തി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാണ്. അവരോട് പറയാണ്, സൈന്യത്തോട് പറയാണ് യുദ്ധം നിർത്താനായിട്ട്. മഹാബലി ചക്രവർത്തി പറയാണ് അസുരന്മാരോട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. കാരണം അനുകൂലമായ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് സാധിച്ചത്? ഈ രാജ്യമൊക്കെ പിടിച്ചെടുക്കാൻ സാധിച്ചത്. പക്ഷെ ഇപ്പോ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമല്ല എന്നുള്ളത് ബലി മഹാരാജാവ് അറിയിക്കുകയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കെതിരായിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ബലി മഹാരാജാവ് പറയാണ്.
നമ്മുടെ എത്ര വലിയ ശക്തി നമുക്കുണ്ടെങ്കിലും ശരി, ഭഗവാന്റെ കാലശക്തിയെ മറികടക്കാനായിട്ട് നമുക്ക് ആർക്കും കഴിയില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. കാരണം അന്ന് നമ്മൾ ആദ്യം ഇതൊക്കെ കൈക്കലാക്കിയ സമയത്ത് അവരൊക്കെ നമുക്ക് ഭഗവാന്റെ അനുചരന്മാരൊക്കെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു. കാരണം അന്ന് കാലം എന്താണ്, നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷെ ഇന്ന് അതേ കാലം തന്നെ നമുക്ക് എതിരായിട്ടാണ്. അതുകൊണ്ട് എന്ത് വേണം, ശക്തി ഉപയോഗിച്ച് ഭഗവാനെ എതിർക്കുന്നതിനേക്കാൾ ഭഗവാന്റെ ഇച്ഛ സ്വീകരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളത് ആര് പറഞ്ഞു കൊടുക്കാണ് അവിടെ? അസുര രാജാവായിട്ടുള്ള മഹാബലി ചക്രവർത്തി ഇവരോട് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അതുകൊണ്ട് അസുരന്മാരോട് പറയാണ്, ഇപ്പൊ പിന്മാറുക, അനുകൂലമായ സമയം വരുമ്പോൾ നമുക്ക് വീണ്ടും ശ്രമിക്കാം, ഇപ്പൊ പിന്മാറാനായിട്ട് മഹാബലി ചക്രവർത്തി പറഞ്ഞാണ്. അതായത് മഹാബലി ചക്രവർത്തിയുടെ ഒരു വിവേകം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കാണ്. കാരണം വിജയം കിട്ടാണ്ടായപ്പോൾ കോപിച്ച് അതിൽ കൂടുതൽ പോരാടാനല്ല അദ്ദേഹം ശ്രമിച്ചത്, ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അവിടെ യഥാർത്ഥ വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിക്കുക, അല്ലാതെ വേറെ ഒന്നും നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിവേകമായിട്ട് അവിടെ പറയുന്നത്. ഇനി ബലി മഹാരാജാവിനെ ബന്ധിക്കുന്നതാണ് അടുത്ത ഭാഗം, 26 മുതൽ 34 വരെയുള്ള ശ്ലോകത്തില്. അങ്ങനെ അസുരന്മാര് പിന്മാറിയ ശേഷം വാമനദേവന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ഗരുഡൻ എന്ത് ചെയ്തു? ബലി മഹാരാജാവിനെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. അദ്ദേഹം ബന്ധിച്ചു. അപ്പൊ ബലി മഹാരാജാവിനെ ബന്ധിച്ച്, അപ്പൊ ബലി മഹാരാജാവിനെ സംബന്ധിച്ച് ഇപ്പൊ രാജ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, ഇപ്പൊ ആ ശരീരം പോലും എന്താണ്, ബന്ധനത്തിലായി. അപ്പൊ എല്ലാം അദ്ദേഹത്തിന്റെ പോയി, നഷ്ടപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും എന്ത് നഷ്ടപ്പെട്ടില്ല? ബലി മഹാരാജാവിന്റെ ഭക്തി അവിടെ നഷ്ടപ്പെട്ടില്ല. സമ്പത്ത് പോയി, രാജ്യം പോയി, അധികാരം പോയി, ശരീരം പോലും ബന്ധനത്തിനായെങ്കിലും അദ്ദേഹത്തിന്റെ ഭക്തിക്ക് ഒന്നും സംഭവിച്ചില്ല. അവിടെ ബലി മഹാരാജാവിന്റെ എല്ലാം നഷ്ടപ്പെട്ടും അദ്ദേഹം ഭഗവാനെ ഉപേക്ഷിച്ചില്ല. അദ്ദേഹം എന്താണ്, ഒരു ഭക്തനായിട്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഭഗവാൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നടക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആര് നിൽക്കുന്നത്? മഹാബലി ചക്രവർത്തി നിൽക്കുന്നത്. അപ്പോൾ വാമനദേവൻ ബലി മഹാരാജാവിനോട് ചോദിക്കാണ്, ഇപ്പോ എനിക്ക് 3ാമത്തെ അടി വെക്കാനായിട്ട്, 3 അടിയാണ് വാഗ്ദാനം ചെയ്തത് അല്ലെ, അപ്പൊ എനിക്ക് 3 അടി ഭൂമി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് 2 ചുവട് കൊണ്ട് തന്നെ ഞാൻ ഈ പ്രപഞ്ചം മുഴുവൻ അളന്നു കഴിഞ്ഞു. ഇനി എന്റെ 3ാമത്തെ ചുവട് ഞാൻ എവിടെ വെക്കണമെന്ന് മഹാബലി ചക്രവർത്തിയോട് വാമനദേവൻ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് മഹാബലി ചക്രവർത്തിയുടെ യഥാർത്ഥ പരീക്ഷണം വരുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇനി എൻ്റെ ഒന്നും ബാക്കിയില്ല, അവിടെ സമ്പത്തില്ല, ഭൂമിയില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഞാൻ ഭഗവാനോട് നൽകിയ വാക്ക് പാലിക്കണം എന്നുള്ളൊരു ചിന്ത ആരിലുണ്ട്? മഹാബലി ചക്രവർത്തിയിലുണ്ട്. അപ്പൊ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഭഗവാനോടുള്ള ഭക്തി നഷ്ടപ്പെട്ടില്ല. അപ്പൊ അദ്ദേഹം എന്താ പറയണത്? വാമനദേവൻ പിന്നീട് അദ്ദേഹത്തോട് പറയാണ്, വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ വന്നെന്താണ്, നരകത്തിൽ പോകേണ്ടി വരില്ലേ? ഒരു ഭക്തനെ സംബന്ധിച്ച് സ്വർഗവും നരകവും പ്രധാനമല്ല, ഭഗവാന്റെ സേവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നോട് ആര് പറയാണ്? മഹാബലി ചക്രവർത്തി പറയാണ്. അപ്പൊ ഇവിടെ ഭഗവാനോടുള്ള ഉറച്ച ഭക്തി അതാണ് ആരിൽ കാണുന്നത്? നമ്മള് മഹാബലി ചക്രവർത്തിയിൽ കാണുന്നത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ 3ാമത്തെ അടുത്ത അധ്യായത്തിലാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടാണ് ആർക്ക് തോന്നുന്നത്? നമുക്ക് നമ്മളെ രീതിയിൽ കാണും. നമ്മളിപ്പോ ലോകത്തിന്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിൽ എന്താണ്? മഹാബലി ചക്രവർത്തിയുടെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ലോകത്തിന്റെ കാഴ്ചയിൽ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഭഗവാന്റെ കാഴ്ചയിൽ അദ്ദേഹം എങ്ങനെയാണ് സംഭവിച്ചത്? ആ ഭക്തിയിൽ വിജയിക്കുകയാണ് ചെയ്തത്. മഹാബലി ചക്രവർത്തി വിജയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് അങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്ക്, 22ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോ അടുത്ത അധ്യായം 22ാമത്തെ അധ്യായം ബലി മഹാരാജാവിന്റെ ആത്മസമർപ്പണം. അതാണ് 22ാമത്തെ അധ്യായം. അതില് ആദ്യത്തെ ഭാഗം ബലി മഹാരാജാവിന്റെ പൂർണ്ണ ശരണാഗതി 1 മുതൽ 11 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത്, വാമനദേവൻ 2 ചുവടുകൾ കൊണ്ട് ബലി മഹാരാജാവ് വാഗ്ദാനം നൽകിയ ഭൂമി 3 ലോകങ്ങളെല്ലാം അളന്നു. ഇനി 3ാമത്തെ ചുവട് വെക്കാനായിട്ട് സ്ഥലമില്ല. അങ്ങനെ ബലി മഹാരാജാവ് തന്റെ വാക്ക് പാലിക്കാനായിട്ട് അദ്ദേഹം പറയാണ്, എന്താണ് പറഞ്ഞത്? ഭഗവാനെ, എന്റെ വാക്ക് അസത്യമായിട്ട് മാറാൻ പാടില്ല, 3ാമത്തെ ചുവട് എന്റെ തലയിൽ വെച്ച് കൊള്ളണേ എന്നാണ് പറയുന്നത്. ഇപ്പൊ ബലി മഹാരാജാവ് പറയാണ്, എന്റെ വാക്ക് ഒരിക്കലും എന്താവാൻ പാടില്ല, അസത്യമായിട്ട് മാറാനായിട്ട് പാടില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ പാരമ്പര്യം തന്നെ എങ്ങനെയാണ്? ആ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. അപ്പൊ അതൊരിക്കലും തെറ്റാൻ പാടില്ല. അതുകൊണ്ട് 3ാമത്തെ ചുവട് എന്ത് ചെയ്യണം? എന്റെ തലയിൽ വെച്ച് കൊള്ളാനായിട്ട് അദ്ദേഹം വാമനദേവനോട് ആവശ്യപ്പെടാണ്. അങ്ങനെ
എല്ലാം നഷ്ടപ്പെട്ടും അദ്ദേഹത്തിന് എന്താ ഭയം? കാരണം രാജ്യസ്ഥാനം നഷ്ടപ്പെട്ടതും ഭരണപാശത്തിൽ ബന്ധിക്കപ്പെട്ടതോ ശിക്ഷിക്കപ്പെട്ടതോ ഒന്നും അദ്ദേഹത്തെ ഭയപ്പെടുത്തിയില്ല. പക്ഷെ വാക്ക് പാലിക്കാൻ കഴിയാത്ത വന്നു കഴിഞ്ഞാൽ അതൊരു അപകീർത്തിയായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇവിടെ ആര് ചിന്തിക്കുന്നത്? മഹാബലി ചക്രവർത്തി ചിന്തിക്കുന്നത്. കാരണം അദ്ദേഹം തന്റെ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവിന്റെ മാതൃക അദ്ദേഹം ഓർത്തു. ഭഗവാന്റെ ശരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് തരം കഷ്ടത വന്നാലും ഭക്തൻ ഭഗവാനെ ഉപേക്ഷിക്കരുതെന്നാണ് ആരിവിടെ കാണിച്ചു തരുന്നത്? ബലി മഹാരാജാവ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അടുത്ത രണ്ടാമത്തെ ഭാഗത്തില് 12 മുതൽ 23 വരെയുള്ള ശ്ലോകത്തില് ബലി മഹാരാജാവിന്റെ പൂർണ്ണ ശരണാഗതി കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവ് അവിടെ എത്തി. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇവര് ബലി മഹാരാജാവ് ഇപ്പൊ മൂന്നാമത്തെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ ഭഗവാന്. ഇപ്പൊ മൂന്നാമത്തെ പറഞ്ഞ തന്റെ തലയിൽ വെച്ചോളാനാ പറഞ്ഞത്. അപ്പൊ ബലി മഹാരാജാവ് തന്നെ ഭഗവാന് സമർപ്പിച്ചു. അപ്പൊ അത് കണ്ടപ്പോ ഇവിടെ പ്രാർത്ഥനയാണ്. പിന്നെ പ്രഹ്ലാദ മഹാരാജാവിന്റെ വിദ്യാവലിയുടെ ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയാണ് 12 മുതൽ 23 വരെയുള്ള ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ പറയുന്നത് മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദ മഹാരാജാവ് അവിടെ എത്തി. ഭഗവാൻ ബലിയുടെ സമ്പത്ത് എടുത്തു കളഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക അഹങ്കാരത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള കരുണയാണെന്നുള്ളത് ആർക്കും മനസ്സിലായി? പ്രഹ്ലാദ മഹാരാജാവിന് മനസ്സിലായി. അതുപോലെ തന്നെ ബലിയുടെ ഭാര്യയായിട്ടുള്ള വിന്ധ്യാവലി പറയാണ്, എല്ലാറ്റിന്റെയും യഥാർത്ഥ ഉടമാരാണ് ഭഗവാനാണ്. ഭഗവാന്റെ സ്വത്ത് ഭഗവാന് തന്നെ ദാനം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ഉടമസ്ഥതാഭാവത്തിന്റെ അജ്ഞാനമാണ് എന്നാണ് ആര് പറയണത്? ബലിമഹാരാജാവിന്റെ ഭാര്യ പറയുന്നത്. ശരിക്കും എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ സ്വത്ത് ഭഗവാന് ദാനം ചെയ്യുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അതെന്താണ്? നമ്മുടെ അജ്ഞതയാണത്. ഉടമസ്ഥതാഭാവത്തിന്റെ അജ്ഞാനമാണ് നമ്മളാ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഭഗവാന്റെ തന്നെയാണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ബലി മഹാരാജാവിന്റെ ഭാര്യ വിന്ധ്യാവലി പറയാണ്. തുടർന്ന് ബ്രഹ്മാവും ഭഗവാനോട് ബലിയെ മോചിപ്പിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ബലി തന്റെ രാജ്യം, സമ്പത്ത്, 3 ലോകങ്ങൾ, ഒടുവിൽ സ്വന്തം ശരീരം പോലും ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ബലി മഹാരാജാവിനെ മോചിപ്പിക്കണമെന്ന് ബ്രഹ്മാവും പറയാണ്. അപ്പൊ ഇവിടെ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഭഗവാന്റെ മുന്നിൽ ഒന്നുമില്ല, എന്തായി മാറി? തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു. അപ്പോ ഭഗവാൻ ബലി മഹാരാജാവിന് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. ഇവിടെ അടുത്തത് 24 മുതൽ 36 വരെയുള്ള ശ്ലോകത്തിൽ പറയുന്നത്, ബലി മഹാരാജാവിൽ സംതൃപ്തനായിട്ടുള്ള ഭഗവാൻ വാമനദേവൻ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ ബലി മഹാരാജാവിനെ ശിക്ഷിക്കുകയല്ല ചെയ്ത് രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പരീക്ഷിച്ച് അദ്ദേഹത്തിന്റെ ഭക്തി ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ നവവിധ ഭക്തിയിൽ നമ്മൾ ശരണാഗതി പ്രാപിക്കുന്നത്, ശരണാഗതിക്ക് ആരെ നമ്മൾ പറയുന്നത്? ആത്മസമർപ്പണം. അതില് ആരെയാ പറയുന്നത്? ബലി മഹാരാജാവിനാണ് നമ്മൾ പറയുന്നത് ആത്മസമർപ്പണത്തില്. അപ്പോ അനുഗ്രഹങ്ങൾ നൽകി ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ, ഭഗവാൻ നടത്തിയ പരീക്ഷണങ്ങൾ എല്ലാത്തിലും ആര് വിജയിച്ചു? ബലി മഹാരാജ വിജയിച്ചു. അപ്പൊ ആദ്യം സുതല ലോകം ഭഗവാൻ ബലിക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 2 കാര്യം എന്താ വെച്ചാൽ, ആദ്യത്തെ പാദവും രണ്ടാമത്തെ പാദത്തില് എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും, അതായത് ഭൂമി കൊടുത്തു, ഭൂമി പിന്നെ എല്ലാ ലോകങ്ങളും അളന്നു. മൂന്നാമത്തേലാണ് ആര് തന്നെ സമർപ്പിക്കുന്നത്? ഭഗവാന് മഹാബലി ചക്രവർത്തി തന്നെ സമർപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമത് പറയുന്നത് ഭഗവാൻ എന്ത് ചെയ്തു? സുതല ലോകം ഭഗവാൻ ബലി മഹാരാജാവിന് നൽകാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, നീ ഇപ്പോഴ് സുതല ലോകത്തിൽ വസിക്കുക. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ്, നീ സുതലത്തിൽ പോയിട്ട് വസിക്കുക. വിശ്വകർമാവ് നിർമ്മിച്ച സുതല ലോകം എന്ന് പറയുന്നത് സ്വർഗലോകത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ലോകമാണ്. കാരണം അവിടെ താമസിക്കുന്നവർക്ക് മാനസികമായ ക്ലേശങ്ങളോ ശാരീരിക രോഗങ്ങളോ ക്ഷീണോ പരാജയോ അങ്ങനത്തെ യാതൊരു കഷ്ടതകളും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ബലി മഹാരാജാവിന്റെ സമ്പത്ത് എടുത്തപ്പോ അദ്ദേഹത്തെ ദരിദ്രനാക്കാതെ അതിനേക്കാളും ഉന്നതമായൊരു സ്ഥാനമാണ് ഇവിടെ ആര് കൊടുക്കുന്നത്? ഭഗവാൻ കൊടുക്കുന്നത്. കാരണം സ്വർഗലോകമാണ് പിടിച്ചെടുത്തിട്ടുണ്ട്, ദേവന്മാരുടെ ലോകം. ആ ദേവന്മാരുടെ ലോകത്തിനേക്കാളും ശ്രേഷ്ഠമായ അതിമനോഹരമായ ഒരു ലോകമാണ് ഏത്? സുതല ലോകം. അത് വിശ്വകർമാവ് നിർമ്മിച്ച ആ സുതല ലോകമാണ് ഭഗവാൻ ഇവിടെ ആർക്ക് കൊടുത്തത്? മഹാബലി ചക്രവർത്തിക്ക് കൊടുത്തത്. അത് കൂടാതെ പിന്നെ രണ്ടാമത് പറഞ്ഞത് ബലിയോട് പറയാണ്, സാവർണവി മനുവിന്റെ കാലത്ത് നീ ആരായിട്ട് മാറും? നീ ഇന്ദ്രനാകും എന്ന് പറയുന്നത്. അത് മനുവിന്റെ കാലഘട്ടം, സാവർണി മനുവിന്റെ കാലഘട്ടത്തില് നീ ഇന്ദ്രനായിട്ട് മാറും. ഒരു സാധാരണ സ്ഥാനമല്ല ഇന്ദ്രനാകാന്ന് പറഞ്ഞു. ദേവന്മാർക്ക് പോലും വളരെ പ്രയാസമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനമാണ് എന്ത്? ഇന്ദ്രൻ. നമ്മൾ 1ാമത്തെ ക്യാൻഡോല് പഠിക്കുന്നുണ്ട് അല്ലെ. കാരണം ഇന്ദ്രന്റെ പദവി ഏറ്റെടുക്കാൻ ആരില്ലാതെ വരുമ്പോ ഭഗവാൻ അത് ഏറ്റെടുത്ത് നടത്തുമെന്ന് പറഞ്ഞു. അപ്പോ അത്രയും യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആരാകാൻ സാധിക്കുള്ളൂ? ഇന്ദ്രന്റെ പദവി കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ
മഹാബലി ചക്രവർത്തിക്ക് എന്ത് സ്ഥാനം കൊടുത്തത്? ഇന്ദ്രന്റെ സ്ഥാനം, ഇന്ദ്രന്റെ പദവിയാണ് മഹാബലി ചക്രവർത്തിക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മഹാബലി ചക്രവർത്തിക്ക് നഷ്ടമല്ല സംഭവിച്ചത്, മഹാബലി ചക്രവർത്തിയുടെ ഉയർച്ചയുടെ തുടക്കമാണ് അവിടെ സംഭവിക്കുന്നത്. കയ്യിൽ ഉള്ള ഭൗതികമായ സമ്പത്തും ഐശ്വര്യം നഷ്ടപ്പെട്ടു എന്ന് നമ്മളെ കാഴ്ചപ്പാടിൽ തോന്നിയാലും തിരിച്ചെന്താ സംഭവിക്കുന്നത്? അവിടെ ഉയർച്ചയുടെ തുടക്കമാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പിന്നെന്താ പറയുന്നത്? സുതലത്തില് ബലിയുടെ രാജ്യം ആർക്കും കീഴടക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ദേവന്മാരുടെ ലോകത്തിനേക്കാളും ശ്രേഷ്ഠമായൊരു ലോകമാണ് എന്ത്? സുതല ലോകം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതിനോട് ആഗ്രഹം വരും. അപ്പൊ പറയാണ് ഈ സുതല ലോകം ബലി ചക്രവർത്തിയുടെ ലോകത്ത് ഇനി ഒരാൾക്കും അതിന് കീഴടക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ആര് കൊടുക്കാണ്? അവിടെ ഭഗവാൻ നൽകാണ്. അതായത് മറ്റുള്ള ലോകങ്ങളുടെ അധിപന്മാർക്ക് പോലും നിന്നെ കീഴടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഭഗവാൻ മഹാബലി ചക്രവർത്തിയോട് പറയാണ്. അപ്പൊ ആര് ലംഘിച്ചാലും അവരെ സുദർശന ചക്രം അവരെ നശിപ്പിക്കും. ഭഗവാന്റെ സുദർശന ചക്രം ഇപ്പൊ മഹാബലി ചക്രവർത്തിയോട് ആരെങ്കിലും ലംഘന കാണിക്കുക, അതോ ആരെങ്കിലും എതിർക്കാണെങ്കിൽ അവരാര് നശിപ്പിക്കും? സുദർശന ചക്രം നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംരക്ഷണവും ആര് പറയാണ്? ഇവിടെ വാഗ്ദാനവും ഭഗവാൻ കൊടുക്കണം. അപ്പൊ രാജ്യം മാത്രല്ല ഭഗവാന്റെ സംരക്ഷണം അവിടെ കിട്ടി. ഇനി അടുത്തതിലോ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ പറയണത്? ഭഗവാൻ ആരുടെ കൂടെ ഉണ്ടാവും? മഹാബലി ചക്രവർത്തിയുടെ കൂടെ ഉണ്ടാകുന്നത്. അതായത് എത്ര നാളാണ് സുതലത്തിൽ മഹാബലി ചക്രവർത്തി ഉള്ളത്, അതാണ് ഏറ്റവും മനോഹരമായിട്ട് ഭഗവാൻ അത്രയും നാൾ ആരുണ്ടാവും അവിടെ? ഭഗവാൻ അവിടെ ഉണ്ടാവും എന്ന് പറയണം. എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ അടുത്തുണ്ടാകും, നിന്നെയും നിന്റെ അനുയായികളെയും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ സംരക്ഷിക്കും. അപ്പോൾ നിനക്ക് എപ്പോഴും എന്നെ കാണാനും സാധിക്കും എന്ന് പറയാണ്. ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള അനുഗ്രഹം, വാഗ്ദാനം അതാണ്. ഏത് സമയത്തും ഭഗവാൻ എവിടെ ഉണ്ടാവും? സുതലത്തിൽ ഉണ്ടാകുന്നു മാത്രമല്ല എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യും. എപ്പോഴും നിനക്കെന്നെ കാണാനും സാധിക്കും. അപ്പോൾ ബാക്കി ഒന്നും അല്ലല്ലേ മഹാബലി ചക്രവർത്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ആ കിട്ടിയ സമ്പത്തോ അല്ലെങ്കിൽ സുതല ലോകോ ഇന്ദ്രന്റെ പദവിയോ ഒന്നല്ല, ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ എന്നും ബലിയുടെ സംരക്ഷകനായിട്ട് സുതലത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തു. പിന്നെ പറഞ്ഞു അസുര സ്വഭാവം ഇല്ലാതാകും. കാരണം മഹാബലി ചക്രവർത്തി അസുരനാണ്, അസുരന്മാരുടെ കൂടെയാണ് മഹാബലി ചക്രവർത്തി. അപ്പൊ അസുരന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചത് കൊണ്ട് തന്നെ എന്താണ്? ഭൗതികമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും അത് ആസുരിക സ്വഭാവം ആരിലുണ്ട്? മഹാബലി ചക്രവർത്തിയിലുണ്ട്. അപ്പൊ ഭഗവാൻ പറയാണ്, നീ എന്റെ മഹത്വം നീ നേരിട്ട് കാണുമ്പോൾ നിനക്കുണ്ടായിരുന്ന ഈ ആസുരികമായിട്ടുള്ള ഭാവം ഭൗതിക ആശയങ്ങളൊക്കെ ഉടനെ തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് ഭഗവാൻ ബലിക്ക് എന്താണ് കൊടുത്തത്? സംരക്ഷണം. അപ്പോൾ ഇവിടെ സംരക്ഷണം മാത്രമല്ല നൽകിയത്, ഉള്ളിലുണ്ടായിരുന്ന ആ ആസുരിക ഭാവം കൂടി ഭഗവാൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള അനുഗ്രഹവും കൂടി നൽകും. അപ്പോൾ മെയിനായിട്ട് എന്താ ഇവിടെ ചെയ്തത് ഭഗവാൻ ഈ അധ്യായത്തിൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ, മഹാബലി ചക്രവർത്തിക്ക് ആദ്യം സുതല ലോകം കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ആദ്യം സുതല ലോകം കൊടുത്തു. അതിനുശേഷം രണ്ടാമത് എന്താ ചെയ്തത്? ഇന്ദ്രന്റെ പദവി നൽകി. പിന്നെ മൂന്നാമത്തത് രാജ്യം കീഴടക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഉണ്ടാവും, സുതലത്തിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അഞ്ചാമത്തത് ആസുരിക സ്വഭാവം എല്ലാം ഇല്ലാതാകും എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? ഭഗവാൻ മഹാബലി ചക്രവർത്തിക്ക് വാഗ്ദാനം ചെയ്തത്. അത് കഴിഞ്ഞ് അപ്പൊ അങ്ങനെയാണ് ആ അധ്യായം അവിടെ അവസാനിക്കുന്നത്, 22-ാമത്തെ അധ്യായം. ഇനി 23-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ, സമയം പോയില്ല നമ്മളെ കുറച്ച്, 23-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോ 23-ാമത്തെ അധ്യായം ദേവന്മാർ സ്വർഗീയ ഗ്രഹങ്ങൾ വീണ്ടെടുക്കുന്നു. അതാണ് 23-ാമത്തെ അധ്യായം. ദേവന്മാർക്ക് ആ സ്വർഗീയ ഗ്രഹങ്ങൾ, അവരുടെ ലോകം സ്വർഗീയ ഗ്രഹം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. അതില് 31 ശ്ലോകങ്ങളാണ് അധ്യായത്തിലുള്ളത്. അപ്പൊ ഇതില് ബലി മഹാരാജാവ് ഭഗവാന് വേണ്ടിയിട്ടെല്ലാം ഉപേക്ഷിച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എല്ലാറ്റിനേക്കാളും വിലയേറിയിട്ടുള്ളൊരു സാന്നിധ്യം അതാണ് ഇപ്പൊ ഭഗവാൻ നൽകിയത്, എല്ലാം നൽകി. പിന്നെ ഇവിടെ പറയുന്നത് 23-ാമത്തെ അധ്യായത്തില് ബലി മഹാരാജാവിന്റെ മോചനം, അതുപോലെ തന്നെ സുതല ലോകത്തിലേക്കുള്ള പ്രവേശനം. അപ്പൊ വാമനദേവൻ ബലി മഹാരാജാവിന് നൽകിയ അനുഗ്രഹങ്ങൾ കേട്ട് ബലി മഹാരാജാവിന്റെ കണ്ണുകളിൽ നിന്ന് ഭക്തിയുടെ ആ കണ്ണുനീര് നിറഞ്ഞു. കാരണം ബലി മഹാരാജാവിന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലുതൊന്നുമില്ല.
അപ്പൊ ബലിമഹാരാജാവിന് ഭഗവാനായ അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോ ഭക്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. ഭഗവാന്റെ കാരണമില്ലാത്ത ആ കൃപ തന്നിൽ കിട്ടിയത് ഓർത്തിട്ട് വളരെയധികം സന്തുഷ്ടനായിക്കൊണ്ട് ഭഗവാനെ പ്രണമിക്കാണ്. പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ആ വരുണപാശത്തിൽ നിന്ന് ബലിമഹാരാജാവിനെ മോചിപ്പിച്ചു. ഭഗവാന്റെ നിർദ്ദേശം എന്തായിരുന്നു? ബലിമഹാരാജാവ് തന്റെ കുടുംബാംഗങ്ങളോടൊപ്പം സുതലത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ അവർ സുതലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബാംഗങ്ങളോടൊപ്പമാണ് ആർക്ക് പോകാൻ സാധിക്കുന്നത്? മഹാബലി ചക്രവർത്തിക്ക് പോകാൻ സാധിച്ചത്. പിന്നെ ഇന്ദ്രന് ഇന്ദ്രന്റെ സ്വർഗലോകത്തിന്റെ അധികാരം തിരിച്ചു നൽകി. അങ്ങനെ അതിഥിയുടെ ആഗ്രഹം പൂർത്തിയാവുകയും ചെയ്തു. അപ്പൊ ബലിമഹാരാജാവിന് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഭൗതികമായിട്ടുള്ള രാജ്യമല്ല, ഭഗവാന്റെ സേവനം, അതുപോലെ തന്നെ പൂർണ്ണ ശരണാഗതി. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കുക. അതായത് പൂർണ്ണ ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ തന്നെയാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. രണ്ടാമത്തെ ഭാഗം പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രാർത്ഥനയും ശുക്രാചാര്യരുടെ സേവനമാണ്. അപ്പൊ ബലിമഹാരാജാവിന് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതറിഞ്ഞപ്പോ പ്രഹ്ലാദ മഹാരാജാവിന് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ പറയാണ്, ബ്രഹ്മാവ് മഹാദേവൻ, അതായത് ശിവന് പോലും ലഭിക്കാൻ പ്രയാസമുള്ള ഭഗവാന്റെ ആ കാരണമില്ലാത്ത കരുണ തങ്ങളുടെ പോലുള്ള അസുരന്മാർക്ക് ലഭിച്ചത് വളരെ അത്ഭുതത്തോടു കൂടി ആണ് ആര് പറയുന്നത്? പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത്. ഭഗവാൻ എല്ലാവരോടും സമദർശിയാണ്, പക്ഷെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു പ്രത്യേക കൃപ ആർക്കുണ്ട്? ഭഗവാനുണ്ട്. അവിടെ ഭഗവാൻ ഒരിക്കലും പ്രക്ഷാപാതമില്ല. ഒരു കൽപ്പവൃക്ഷം പോലെ ഭഗവാൻ എന്ത് ചെയ്യാണ്? ഭക്തന്മാരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഫലം നൽകുന്നതാണെന്നുള്ളത് ഇവിടെ ആര് പറയാണ്? പ്രഹ്ലാദ മഹാരാജാവ് പറയാണ്. അങ്ങനെ പ്രഹ്ലാദ മഹാരാജാവിനോട് ഭഗവാൻ ബലി മഹാരാജാവിൻ്റെയോടൊപ്പം സുതലത്തിൽ പോയിട്ട് വസിക്കാനായിട്ട് നിർദ്ദേശം നൽകി. പിന്നെ പ്രഹ്ലാദ മഹാരാജാവിന് ഭഗവാനെ നേരിട്ട് ദർശിക്കാനുള്ള അനുഗ്രഹവും കൊടുത്തു. അങ്ങനെ പിന്നെ ഭഗവാൻ ശുക്രാചാര്യരോട് പറയാണ്, ബലി മഹാരാജാവിന്റെ യജ്ഞത്തിലുണ്ടായിരുന്ന കുറവുകളൊക്കെ പരിഹരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ശുക്രാചാര്യർ പറയാണ്, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്തിലോ അല്ലെങ്കിൽ സ്ഥലത്തിലോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ ഭഗവാന്റെ നാമജപത്തിലൂടെ മന്ത്രോച്ചാരണത്തിലൂടെ അത് ഇല്ലാതാക്കാൻ സാധിക്കും എന്നുള്ളത്, അത് ഇല്ലാതാകുന്നു എന്നുള്ളത് ശുക്രാചാര്യർ പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ നാമജപം കൊണ്ട് ഇത്തരത്തിലുള്ള കുറവുകളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതും പറയണം. അങ്ങനെ ബ്രാഹ്മണന്മാരോടൊപ്പം യജ്ഞത്തിലെ കുറവുകളെല്ലാം ആര് പരിഹരിച്ചു? ശുക്രാചാര്യർ പരിഹരിച്ചു. പിന്നെ ഇന്ദ്രന് മൂന്നാമത്തെ ഭാഗത്തില് ഇന്ദ്രന് രാജ്യം തിരിച്ചു കിട്ടി. ഭഗവാന്റെ വാമനദേവന്റെ മഹത്വത്തെ കുറിച്ചും പറയുന്നത്. അപ്പൊ വാമനദേവൻ ബലി മഹാരാജിൽ നിന്ന് സ്വീകരിച്ച ഭൂമി ആർക്ക് തിരിച്ചു നൽകി? ഇന്ദ്രന് തിരിച്ചു നൽകി. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഭഗവാനെ ആരായിട്ട് അംഗീകരിച്ചു? സംരക്ഷകനായിട്ട് അംഗീകരിച്ചു. മഹാദേവൻ, ബ്രഹ്മാവ്, കാർത്തികേയൻ, മഹർഷിമാര്, ദേവന്മാര് എല്ലാവരും വാമനദേവനെ അവരുടെ സംരക്ഷകനായിട്ട് അംഗീകരിച്ചു. മാത്രമല്ല വേദങ്ങള്, ധർമ്മം, യശസ്, ഐശ്വര്യം, മംഗളം, വ്രതങ്ങള്, മോക്ഷം തുടങ്ങിയവയുടെ സംരക്ഷകനായിട്ട് ഉപേന്ദ്രനായിട്ടുള്ള വാമനദേവനെ അവർ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ വാമനദേവന്റെ വേറൊരു പേരാണ് ഉപേന്ദ്രൻ. കാരണം വെച്ചാൽ അതിഥിയുടെ മകനാണല്ലേ. അപ്പോ ഇന്ദ്രന്റെ അമ്മയാണ് ആര്? അതിഥി. ഇന്ദ്രന്റെ സഹോദരനായതുകൊണ്ട് ഉപേന്ദ്രൻ എന്നുള്ളൊരു പേരും കൂടി ആർക്കുണ്ട്? ഭഗവാൻ വാമനദേവൻ അവതാരത്തിന്. അപ്പൊ ഉപേന്ദ്രനായിട്ടുള്ള വാമനദേവനെ അവര് സ്വീകരിച്ചു. ഇന്ദ്രൻ വാമനദേവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വർഗലോകത്തിലേക്ക് മടങ്ങി. ആ വാമനദേവന്റെ സംരക്ഷണത്തില് ഇന്ദ്രന് 3 ലോകങ്ങളുടെയും രാജ്യാധികാരം വീണ്ടും ലഭിച്ചു. അപ്പൊ വാമനദേവന്റെ അത്ഭുതകരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ കണ്ട് ദേവന്മാരും മഹർഷിമാരും പിതൃക്കളും സിദ്ധന്മാരും എല്ലാവരും ഭഗവാനെ മഹത്വപ്പെടുത്താണ് ചെയ്യുന്നത്. ഇവിടെ ശുകദേവ മഹർഷി പറയാണ് അവസാനം, ഭഗവാന്റെ അവതാരങ്ങളെയും അതേപോലെ തന്നെ ഭഗവാന്റെ ലീലകളെ കുറിച്ചും മഹത്വങ്ങളെ കുറിച്ചും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അത്യധികം മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആരാണോ വാമനദേവന്റെ ലീലകൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് അവർക്ക് പാപഫലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും, ഉന്നതമായിട്ടുള്ള ആത്മീയ സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ ആര് പറയാണ്? ശുകദേവ മഹർഷി പറയാണ്. അങ്ങനെ നമ്മളെ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 8ാം സ്കന്ധത്തിലെ ദേവന്മാർ സ്വർഗീയ പ്രപഞ്ചങ്ങൾ വീണ്ടെടുക്കുന്നെന്ന 23ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപനം. അത്രയാണ് നമ്മുടെ ഈ 8ാമത്തെ സ്കന്ധത്തില് വാമനാവതാരത്തെ കുറിച്ച് പറയുന്നത്. 15 മുതൽ 23 വരെയുള്ള ശ്ലോകത്തിലാണ്, അധ്യായത്തിലാണ് നമ്മളിപ്പോൾ ഇത് കണ്ടത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പിന്നെ നമ്മള് ഗംഗാദേവിയുടെ ഉത്ഭവം ഇതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഗംഗാദേവിയുടെയും അതിൽ വരുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ 2 തരത്തിൽ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ
ഇവിടെ എന്താ പറഞ്ഞത്, ഒന്ന് ഭഗവാൻ ഇത് അളക്കുന്ന സമയത്ത് വാമനദേവൻ ബലി മഹാരാജാവിന്റെ എന്താ സുതലോകം നൽകിയതല്ല, അളക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ വിരല് കൊണ്ടിട്ട് അവിടെ കാരണസമുദ്രം ഉണ്ടല്ലോ, ആ സമുദ്രത്തിന്റെ അവിടെ ഒരു ഈ ഭൂമിയുടെ പ്രതലത്തില് ഒരു ഓട്ട വരാണ്, ഒരു തുള വരാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ വെള്ളം ഒഴുകി വരാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ പാദസ്പർശം ഏറ്റു വന്നതുകൊണ്ട് ആ നദിക്ക് എന്തായി, ആ പരിശുദ്ധി കിട്ടാണ്, പുണ്യജലായിട്ട് മാറാണ്. പിന്നെ അതുകൂടാതെ പിന്നെ ബ്രഹ്മദേവന്റെ ഇവിടെ ഇതും പറയുന്നുണ്ട്. അങ്ങനെ ആ രണ്ടും കൂടിയിട്ടാണ് അതിൽ ആചാര്യന്മാര് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് അതവിടെ വരുന്നത്. ഹരേ കൃഷ്ണ. അത് നമുക്ക്